ക്യൂലിംഗ് പേപ്പർ വെച്ചിട്ട് നമുക്കൊരു സ്ക്വയർ ടൈപ്പിലുള്ളൊരു ജിമിക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് 5 mm വിഡ്ത്തിലുള്ളൊരു ക്യൂലിംഗ് പേപ്പർ എടുക്കണം. പിന്നെ ക്യൂലിംഗ് ടൂൾ വേണം. പിന്നെ നമുക്കത് ഇയർ ടാഗിലേക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റഡിലാണെങ്കിൽ സ്റ്റഡ് ബേസ് ഇട്ടിട്ട് നമുക്കത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത് 5 mm ക്യൂലിംഗ് പേപ്പറാണ്. ഇത് നമുക്കിപ്പോൾ ഒരു 4 പീസ് എടുക്കാം. ഇതിന് ഏകദേശം ഇത്ര ലെങ്ത്ത് തന്നെ എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ നമ്മളതൊരു 4 പീസ് എടുത്തിട്ട് ഇതിന് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫെവിക്കോള്, ഇതിൻ്റെ അറ്റത്ത് ഓരോ പീസിലും നമ്മൾ ഫെവിക്കോൾ ഇട്ട് കൊടുക്കണം. വളരെ കുറച്ചിട്ടാൽ മതി, കാരണം ഇത് പേപ്പറിലായതുകൊണ്ട് ഫെവിക്കോൾ വളരെ കുറച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സ്റ്റിക്കായിക്കോളും. ഞാൻ ഒരു പീസ് ഒട്ടിച്ച്, ഇത് മൂന്നാമത്തെ പീസ്, ഒരു മൂന്നാമത്തെ പീസായി, ഇത് 4ാമത്തെ പീസ്. 4 പീസ് നമ്മളിവിടെ ഒന്ന് സ്റ്റാർട്ടിങ്ങിലൊന്ന് കൂട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് വല്ലാണ്ടൊന്നും നീളത്തിലൊന്നും ഒട്ടിക്കരുത്. ഞാൻ ആ അറ്റത്ത് മാത്രമാണ് ഒട്ടിച്ചേക്കണേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യുല്ല് ചെയ്യുമ്പോഴത്തേക്ക് വിട്ട് പോകാണ്ടിരിക്കാനുള്ളത്. എന്നിട്ട് നമ്മളിത് ക്യുല്ലിംഗ് ടൂൾ എടുത്തിട്ട്, ക്യുല്ലിംഗ് ടൂള് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് 4ഉം കൂടി ഒരുമിച്ച് ഇങ്ങനെ കയറ്റി വയ്ക്കും. എന്നിട്ട് വേണം അതിനെ റോൾ ചെയ്യാൻ. എന്നിട്ട് സാധാരണ നമ്മൾ ക്യുല്ലിംഗ് ചെയ്യുന്ന പോലെ തന്നെ അതിനിങ്ങോട്ട് റോൾ ചെയ്ത് കൊണ്ടുവരണം. ഇത് റോൾ ചെയ്ത് അറ്റത്തോട്ടായിട്ടുണ്ട്. ഏകദേശം ഇത്ര എത്തി. ഇനിയിപ്പോൾ ഞാനിതിനെ പതുക്കെ പുറത്തേക്ക് എടുക്കുക. എടുത്തിട്ട് 4 പീസും ഒപ്പമുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു പീസ് റോൾ ചെയ്യുമ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നുള്ളൂ. 4 പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇതിനെ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഞാൻ ആദ്യത്തെ ഒരു പീസും ഒട്ടിച്ചു. ഓരോന്നിനെയും നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അതൊട്ടിച്ച് പിന്നെ അടുത്ത പീസ് അതിവിടെ നമ്മൾ ഒട്ടിച്ചു. എല്ലാ പീസിനും നമ്മൾ ഓരോന്നിനും എടുത്ത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ സാധാരണ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ ഒരു പ്രാവശ്യം ഒട്ടിക്കുന്നുള്ളൂ. ഇതിപ്പോൾ 4 പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. കാരണം ഒന്നൊട്ടിച്ച് കഴിഞ്ഞാൽ അത് നിൽക്കില്ലല്ലോ. നമ്മളിതിന് പതുക്കെ ഒന്ന് തള്ളിക്കൊടുക്കണം. തള്ളുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ നിന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്കും വിട്ടു പോകരുത്. പതുക്കെ 2 വിരലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതുക്കെ പിടിച്ച് നമുക്ക് ആവശ്യത്തിന്. ഇതിപ്പോൾ ആകെ 4 പീസുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര വലുപ്പത്തിലൊന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 8 പീസ് അങ്ങനെ നമുക്ക് കൂട്ടി എടുക്കാം. ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട്, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഗ്ലൂ ഇട്ട് കൊടുക്കാം. കാരണം ഇനി അത് അധികം ഇങ്ങോട്ട് തള്ളിപ്പോരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലോണം പശയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണക്കാൻ വെക്കണത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമുക്കൊരു സ്ക്വയറായിട്ടൊരു പീസാണ് വേണ്ടത്. അപ്പം നമ്മൾ പതുക്കെ ഇതിനെ കൈ കൊണ്ട് തന്നെ ആദ്യം ഈ 2 സൈഡ് ഇങ്ങനെ പിടിക്കുക, ഈ 2 സൈഡും പിടിക്കുക. നമുക്കത് സ്ക്വയർ പീസായിട്ട് കിട്ടും. ഫെവിക്കോളിട്ട് നമ്മളതിനെ സ്ക്വയറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് കൈ കൊണ്ട് തന്നെ പിടിച്ച് അതിനെ സ്ക്വയറാക്കി എടുക്കണം. അത് 4 ഭാഗം ഈക്വലായിട്ട് വരാൻ ശ്രദ്ധിക്കണം. എന്നാലേ ആ ഒരു ഫിനിഷിങ് നമുക്ക് ആ ഭംഗി കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പിലുള്ളൊരു ജിമിക്ക് നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ നമുക്ക് ഇത്രയും ലെങ്ത്ത് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ശകലം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ ഇയർ ടാഗ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട്, അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, ഇയർ ടാഗ് ചുമ്മാ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. ഇട്ടിട്ട്
നമ്മൾ നോസ് പ്ലെയർ എടുത്ത് ഇതിനെ വളച്ചു കൊടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ കമ്മലൊക്കെ ചെയ്യണ പോലെ തന്നെ, അല്ലാണ്ട് ഇനിയിപ്പോൾ ഇതിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ജിമിക്കാണിത്. ഇപ്പോൾ ഇത് വളരെ ഈസി അല്ലേ, ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 പേപ്പർ ഒരുമിച്ച് എടുത്തിട്ട് ഒരുമിച്ചാണ് കില്ല് ചെയ്യണമെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.